ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലാന്റ് ഹണ്ടിങ് ആണ്. ഞാനിന്ന് ഒരുപാട് നമ്മുടെ ലാൻറ്റാന, നമ്മുടെ കൊങ്ങിണി ചെടികളും അതുപോലെ തന്നെ മിനി റൂട്ട്, 4 മണി ചെടി, ഇതൊക്കെ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കണ്ടത് മിനി റൂട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. ഈ പ്ലാന്റ് പെറ്റൂണിയയുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇത് വൈൽഡ് പെറ്റൂണിയ എന്നറിയപ്പെടുന്ന ചെടിയാണിത്. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒരുപാട് ഭംഗിയാണ്. ഇത് നമ്മൾ ചട്ടിയിലാക്കി വെക്കുകയോ ഹാങ്ങിങ് പോട്ട്സിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. അത് ഉള്ളത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്ലാന്റ് കളക്ട് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നമുക്ക് ചെടികളെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ധാരാളം പീക്കോക്സ് ഉണ്ട്. അന്നേരം പീക്കോക്സ് വെറുതെ ഇങ്ങനെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കാക്കകളെ പോലെ തന്നെ ഇതുവഴിയൊക്കെ നടന്നു പോവുകയാണ്. ഇതാണ് നമ്മുടെ കൊങ്ങിണി ചെടി. ഇവിടെ കൊങ്ങിണി ചെടികളുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ ഉള്ള ചെടി തന്നെയാണ്. കൊങ്ങിണിയുടെ ഈ കളറാണ്. ഇത് ഒത്തിരി നല്ല രസമുള്ള ചെടിയാണ്. ഇതിന് ഒരുപാട് നിറങ്ങളുണ്ട്. പല കളറിലുള്ള കൊങ്ങിണി ചെടികളുണ്ട്. ഇത് നടുന്നത് ഇതിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് ഈസി ആയിട്ട് നടാം. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് വീണും കിളിച്ചു വരും. കണ്ടോ, ഇതിൻ്റെ ഒരുപാട് നിറഭേദങ്ങളുണ്ട്. പർപ്പിളുണ്ട്, വൈറ്റുണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ ഒത്തിരി കളർ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സ് നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇത്രയും കനത്തിലുള്ള ഒരു കമ്പ് മതിയാകും നമുക്ക് ചെടി നട്ടുപിടിപ്പിക്കാൻ. ഈ ലാൻറ്റാന അല്ലെ കൊങ്ങിണി ചെടിയുടെ കമ്പ് നട്ട് കഴിഞ്ഞാൽ വളരെ നല്ല ഈസിയായിട്ട് കിളിച്ചു വരും. അത് നമുക്ക് PVC പൈപ്പിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നമ്മുടെ കൊങ്ങിണിയുടെ തന്നെ 2 വ്യത്യാസമാണ്. അതായത് വൈറ്റ് കളറുണ്ട്, യെല്ലോ കളറുണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ കളറുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഞാൻ ഇതിൻ്റെ എല്ലാ കട്ടിങ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ പർപ്പിളും വൈറ്റും യെല്ലോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കട്ടിങ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറേ കളക്ഷൻസ് ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് കിട്ടിയ ചെടിയാണ് മിറാബുലിസ് ജലാപ്പ എന്ന് പറയുന്ന നമ്മുടെ ബ്യൂട്ടി ഓഫ് ദ നൈറ്റ് എന്നും അറിയപ്പെടുന്ന 4 മണി ചെടി. ഈ 4 മണി ചെടിയുടെ പല നിറത്തിലുള്ള ചെടി, ഒരു പ്രദേശം മുഴുവൻ ഈ ചെടി അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കാണാൻ ഒത്തിരി രസമാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പിങ്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ പിങ്ക് ഒത്തിരി നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതുപോലെ തന്നെ വൈറ്റ് കണ്ടു. പിന്നെ വൈറ്റിൻ്റെ അകത്ത് തന്നെ ചെറിയ ഡിസൈൻസ്, ഡോട്ട്സ് ഒക്കെ ഉള്ള ടൈപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി 4 മണി ചെടികളാണ് ഈ ഒരു പ്രദേശത്ത് ഞാൻ കണ്ടത്. ഈ വൈറ്റിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോട്ട്സ് ഒക്കെ ഉള്ളതൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഇത് കണ്ടോ, ഇത് പ്ലെയിൻ വൈറ്റ് ഉണ്ട്, വൈറ്റിൻ്റെ അകത്ത് പിങ്ക് ലൈൻ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ വൈറ്റിൻ്റെ അകത്ത് ചെറിയൊരു ഡിസൈൻ പോലുള്ളതും ഉണ്ട്. അങ്ങനെ കുറേ കളേഴ്സിലുള്ള 4 മണി ചെടികളാണ് ഇവിടെ കണ്ടത്. 4 മണി ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീഡ് പൊട്ടി വീണാണ് ഇങ്ങനെ ഒത്തിരി ചെടി ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൈ എടുത്ത് നമ്മൾ മാറ്റി വെച്ചാലും നല്ലതുപോലെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി കളർഫുള്ളായിട്ടാണിത് കണ്ടത്. ഒരുപാട് നല്ല രസമാണ് ഈ ചെടികൾ കാണാനായിട്ട്.
വൈറ്റ് ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാണാനും ഒത്തിരി നല്ലതാണ്. അടുത്തതായിട്ട് കിട്ടിയ ചെടിയാണ് ഇന്ത്യൻ അബൂട്ടിലിയോൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. സാധാരണയായിട്ട് കാടുകളിലും ഒക്കെ ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന ടൈപ്പ് ഒരു ചെടിയാണിത്. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ഒത്തിരി അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണിത്. ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്ലാന്റിനെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് മെഡിസിനൽ യൂസ് ഉള്ളൊരു പ്ലാന്റാണിത്. അനാൽജസിക്ക് അങ്ങനെ ഒത്തിരി ലാക്സേറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റാണിത്. ഇതെല്ലാം കളക്ട് ചെയ്ത പ്ലാന്റ് എല്ലാം ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.